സ്കൂൾ തുറക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. വാഗമൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിവെള്ളമില്ലാതെ കുട്ടികൾ വലയുകയാണ്. സ്കൂളിലേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നത്. കുടിവെള്ളം ഇന്ന് കിട്ടാത്തനിയായിട്ടുള്ള പ്രദേശമാണ് വാഗമൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിവെള്ളം വർഷങ്ങളായി വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് അരിത ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂളിൽ 5 ലക്ഷം രൂപ ചെലവിട്ട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സാമൂഹ്യ വിരുദ്ധർ പദ്ധതിയുടെ പൈപ്പുകൾ തീയിട്ട് നശിപ്പിച്ചു. ഇതോടെ സ്കൂളിൽ കുടിവെള്ളം വീണ്ടും മുടങ്ങി. സ്കൂളിന്റെ അവസാന മാസങ്ങളിൽ വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരുന്നത്. പൈപ്പുകൾ തീയിട്ട് നശിപ്പിച്ചതിനെതിരെ കുട്ടികൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പൈപ്പ് നശിപ്പിച്ചവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മഴവെള്ളം പിടിച്ചും മഴവെള്ള സംഭരണിയിലെ വെള്ളം ഉപയോഗിച്ചാണ് സ്കൂളിലെ പ്രാഥമിക കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ എത്തുന്നതോടെ ഒരാഴ്ച പോലും ഉപയോഗിക്കാൻ സംഭരണിയിൽ വെള്ളം തികയില്ല. ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന്റെ ഇതിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 5 ലക്ഷം രൂപയിൽ നിന്നും കുടിവെള്ള പദ്ധതി വാഗമൺ സ്കൂളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അതിന്റെ ഓസ് കൃത്യം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തീയിട്ട് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ പുറകെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കുടിവെള്ളം വാഗമൺ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂൾ തുറക്കാൻ ഒരാഴ്ചയെ സമയമുള്ളൂ. നിലവിൽ ഇതുവരെ വാഗമൺ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ മറ്റു വണ്ടിക്കും മറ്റ് സംവിധാനങ്ങളിലൊക്കെയാണ് നിലവിൽ സ്കൂളിലേക്ക് കുടിവെള്ളം എത്തിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള പരിപാടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് PTA പ്രസിഡന്റും PTA കമ്മിറ്റിക്കും എല്ലാം പറയാനുള്ളത്. പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ ഗ്രാമബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ സ്കൂൾ അധികൃതർ പലവട്ടം സമീപിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച ജില്ലാ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും ഹെഡ് മിസ്ട്രസിന് സ്ഥലം മാറ്റം ലഭിച്ചു. പുതിയ ആൾ എത്തിക്കഴിഞ്ഞ് തുടർ നടപടി ഉണ്ടാവും. അടിയന്തരമായി സ്കൂളിൽ വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് PTA യുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.